എഫേസൂസിലെ കന്യാമറിയത്തിൻ്റെ പുരാതനമായ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മുൻപിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ നിൽക്കുക. മാതാവിൻ്റെ പേരിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃ പദവി 431 എഫേസൂസ് സൂനോദോസ് പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ് എന്നുള്ള ഒരു പഠനം ഈ എഫേസൂസ് സൂനോദോസാണ് നടത്തിയത്. അതിന് പശ്ചാത്തലമുണ്ട്. നെസ്തോറിയസ് എന്നുള്ള സഭാപിതാവ് അവിടുത്തെ ത്രാപുരത്തെയായിരുന്നു. അദ്ദേഹം ോഷാപ്പോളിലെ ത്രാപുരത്തെയായിരുന്നു. അദ്ദേഹം മിശിഹായുടെ ദൈവപുത്ര സ്ഥാനം നിരാകരിച്ചു എന്നുള്ള ഒരു പ്രബോധനം നടത്തി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചതായിട്ട് പറയപ്പെട്ടു. അങ്ങനെ ഈശോ വെറും ഒരു മനുഷ്യപുത്രനാണ് എന്നുള്ള രീതിയിൽ ഈശോയെ കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം നെസ്തോറിയസിനെ കുറിച്ച് ഉന്നയിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ നെസ്തോറിയസിനെ ഈ സൂനോദോസ് ശപിച്ചു തള്ളി എന്നുള്ളതാണ് ചരിത്രം. വാസ്തവത്തിൽ അത് ശരിയായ ഒരു നടപടിയായിരുന്നില്ല. കാരണം നെസ്തോറിയസ് ഒരിക്കലും തെറ്റായ ഒരു പ്രബോധനം പഠിപ്പിച്ചിരുന്നില്ല എന്ന് പിന്നീടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെസ്തോറിയസ് മാതാവിനെ കുറിച്ച് അതുവരെയുള്ള സഭാ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം ബൈബിളിനെ അടിസ്ഥാനമാക്കിയും സഭാ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നെസ്തോറിയസ് പഠിപ്പിച്ചത്. ബൈബിളിൽ ഒരിക്കലും മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ചിട്ടില്ല. ബൈബിളിൽ വിളിച്ചിരിക്കുന്നത് മിശിഹായുടെ മാതാവ് എന്നാണ്. അതുപോലെ ചരിത്രത്തിൽ അതുവരെയും മാതാവിനെ ദൈവമാതാവ് വിളിച്ചിരുന്നില്ല. മിശിഹായുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് നെസ്തോറിയസ് പ്രപ്പോസ് ചെയ്യുന്നത്. മറിയത്തെ മനുഷ്യനായ മിശിഹായുടെ അമ്മയാണെന്നോ ദൈവമാതാവാണെന്നോ അല്ല പറയേണ്ടത്, മിശിഹായുടെ അമ്മയാണെന്നാണ് പറയേണ്ടത്. മിശിഹായുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും അത് ഉൾക്കൊള്ളുന്നു. ആ രീതിയിലായിരുന്നു നെസ്തോറിയസ് വാസ്തവത്തിൽ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനെ തെറ്റായി മനസ്സിലാക്കിയോ വ്യാഖ്യാനിച്ചോ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്തത് സിറിലോ അലക്സാൻഡ്രിയയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് എഫേസൂസ് സൂനോദോസിലെ നെസ്തോറിയസ് പാഷണ്ടിയായിട്ട് മുദ്രകുത്തപ്പെട്ട് തിരസ്കൃതനായത്. നൂറ്റാണ്ടുകൾ അങ്ങനെ ശപിക്കപ്പെട്ടവനായിട്ട് അദ്ദേഹം കരുതപ്പെട്ടു. സഭയ്ക്ക് പുറത്തുള്ള ആളായിട്ട് അദ്ദേഹം കരുതപ്പെട്ടിരുന്നു. എങ്കിലും ഈ അടുത്ത കാലത്ത് ഇതേക്കുറിച്ചുള്ള പഠനം നടത്തുകയും നെസ്തോറിയസ് ഒരിക്കലും ഒരു നെസ്തോറിയൻ ആയിരുന്നില്ല എന്ന് സഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നും പലരും നെസ്തോറിയസിനെ കരുതുന്നത് ഒരു സഭാഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാഷണ്ടിയായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ നെസ്തോറിയസ് ഏറെ ആദരിക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നെസ്തോറിയസിന്റെ പേരിൽ നമുക്കൊരു അനാഫറയുള്ളത്. നമ്മുടെ സഭയുടെ അനാഫറകളിൽ ഒന്ന് നെസ്തോറിയസിന്റെ പേര് അറിയപ്പെടുന്നതാണ്. അദ്ദേഹം രചിച്ച അനാഫറ അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ട അനാഫറ മനോഹരമായ ഒരു അനാഫറ, ഒരു പ്രാർത്ഥനയാണ്, കുർബാനക്രമമാണ്. അതുകൊണ്ട് നമുക്ക് ഈ എഫേസൂസ് ഇവിടെ വെച്ചാണ്, ഈ ദേവാലയത്തിൽ വെച്ചാണ് എഫേസൂസ് കൗൺസിൽ നടക്കുന്നത്. തിരുസഭയിലെ ആകെ നടന്ന 21 കൗൺസിലുകളിൽ മൂന്നാമത്തെ സാർവത്രിക സൂനോദോസ് ആണ് എഫേസൂസ് കൗൺസിൽ. 431 നടന്ന എഫേസൂസ് കൗൺസിൽ. അതുകൊണ്ട് ഈ കൗൺസിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സഭാ ചരിത്രത്തിൽ. ഇപ്രകാരം വളരെ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് ഈ എഫേസൂസ്. ഇവിടെയാണ് മാത്രമല്ല മറിയം ഇവിടെ ഈ എഫേസൂസിൽ നമ്മൾ നേരത്തെ കണ്ട ആ ദേവാലയം മറിയം വസിച്ചിരുന്ന ഭവനമായിരുന്നു എന്ന് ഉള്ള വിശ്വാസവും പാരമ്പര്യവും ഉണ്ടല്ലോ. അതിന് തെളിവ് കൂടിയാണിത്. കാരണം ഇതിനടുത്ത് എഫേസൂസ് ഉണ്ട്,
ഈ എഫേസൂസിൽ വെച്ച് മറിയത്തെ ദൈവമാതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ എഫേസൂസിൽ വെച്ച് കൗൺസിൽ നടന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് മാതാവുമായിട്ടുള്ള ഒരു ബന്ധം അത് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. മാതാവിൻ്റെ പേരിലുള്ള ആദ്യത്തെ ദേവാലയമാണത് ചരിത്രത്തിലെ. അതുകൊണ്ട് ഇതെല്ലാം മാതാവിൻ്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന ചില ചരിത്ര രേഖകളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.